കണ്ണൂർ കല്യാശ്ശേരി BJP മണ്ഡലം ജനറൽ സെക്രട്ടറി വിജു നാരായണന്റെ വീടിന് നേരെ ബോംബേറ്. ഇന്ന് പുലർച്ചെ 2:30-യോടെയാണ് സംഭവം. ബോംബേറിൽ വീടിന് കേടുപാടുകൾ സംഭവിച്ചു. ശബ്ദം കേട്ട് വീട്ടുകാർ എഴുന്നേറ്റ് വന്നപ്പോഴേക്കും അക്രമികൾ രക്ഷപ്പെട്ടു. കണ്ണപുരം പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. മിഥുൻ പിള്ള തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. ഞാനിപ്പോൾ നിൽക്കുന്നത് ഇന്ന് പുലർച്ചെ ബോംബ് നടന്ന കണ്ണൂർ ചെറുകുന്നിലെ BJPയുടെ കല്യാശ്ശേരി മണ്ഡലം ജനറൽ സെക്രട്ടറി വിജു നാരായണന്റെ വീടിന് മുമ്പിലാണ്. നമുക്ക് ആ ദൃശ്യത്തിൽ കാണാൻ വേണ്ടി സാധിക്കാം. വീടിൻ്റെ തൂണിനാണ് ബോംബ് കൊണ്ടിരിക്കുന്നത്. ആ ബോംബിൻ്റെ എത്രത്തോളം ഭീകരമാണ് അതിൻ്റെ ആഘാതം എന്നുള്ളത് ആ ദൃശ്യങ്ങളിൽ തന്നെ നമുക്ക് വ്യക്തമാണ്. ആ മുകളിലെ വാർപ്പടക്കം ചിതറി തെറിക്കുന്ന രീതിയിലേക്കുള്ളൊരു വലിയൊരു ആഘാതത്തിലുള്ളൊരു പൊട്ടിത്തെറി തന്നെയാണ് ഉണ്ടായിരിക്കുന്നത്. മാത്രമല്ല വീടിൻ്റെ ജനൽ ചില്ലുകൾ തകർന്നിട്ടുണ്ട്. കോൺക്രീറ്റ് പീസുകൾ ഇറയത്തൊക്കെ വീണ് കിടക്കുന്നൊരു സാഹചര്യം കൂടിയുണ്ട്. വളരെ കാലമായി ഒരു സമാധാന അന്തരീക്ഷത്തിൽ കടന്നു പോകുന്ന ഒരു സ്ഥലമാണ്. ഇവിടെ മനഃപൂർവ്വം സംഘർഷമുണ്ടാക്കാനുള്ള ഒരു നീക്കത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലൊരു അക്രമം CPMന്റെ ഭാഗത്തു നിന്നുണ്ടായെന്നൊരു ആരോപണം ഉയർന്നു വരുന്നുണ്ട്. ഇപ്പോൾ നമ്മോടൊപ്പം BJPയുടെ കല്യാശ്ശേരി മണ്ഡലം ജനറൽ സെക്രട്ടറിയും ഈ വീട്ടുടമയുമായ വിജു നാരായണൻ തരുന്നുണ്ട്. എന്താ ഇന്ന് പുലർച്ചെ എന്താ സംഭവിച്ചത്? 2:30-2:45 ഒരു ഭയങ്കര ഒരു സൗണ്ട് കേട്ടിന്. അപ്പോൾ പുറത്തിറങ്ങാൻ പോകുമ്പോൾ അമ്മ പറഞ്ഞു ഇറങ്ങല്ല, എന്തോ പൊട്ടിത്തെറിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ഒരു 5 മിനിറ്റ് കഴിഞ്ഞോടെ ഞാൻ പുറത്തിറങ്ങി. അപ്പോൾ പുകയും ഇതിൻ്റെ മണലുണ്ട്, വെടിമരുന്ന് പൊട്ടിയതിൻ്റെ ഒരു മണലുണ്ടായിരുന്നു. അത് ജനൽ ഗ്ലാസും ഇതെല്ലാം പൊട്ടിയിട്ട് കണ്ടു. അതാണ് ഉണ്ടായത്. അപ്പോൾ തന്നെ പോലീസിന് പോലീസിന് വിലർച്ചിട്ട് ഒരു 1/4 മണിക്കൂർ കൊണ്ട് അവരെത്തി. ബാക്കി പിന്നെ നമ്മുടെ പ്രവർത്തകരെല്ലാം അറിയിച്ചു, അവരെല്ലാം വന്നു. ഇവിടെ മുന്നേ എന്തെങ്കിലും വിഷയങ്ങളുണ്ടായിരുന്നു അടുത്ത കാലത്തായിട്ട്? ഇവിടെ മുന്നേ ഒരു വിഷയം ഉണ്ടായില്ല. ഇപ്പം ഇവിടെ BJP വളരുന്നതിൽ CPMലെ പ്രശ്നം കൊണ്ടാണ് ഇതിപ്പോൾ ഇങ്ങനെ നടക്കുന്നത്. ഇപ്പം പിന്നെ CPM കൊഴിഞ്ഞ് BJPയിലേക്ക് വരുന്ന ഒരു പേടിയിലുകൊണ്ട് ഒരു ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചിട്ട് അത് തടയാനുള്ള ഇതാണ് അവർ നോക്കുന്നത്. കീഴറ ഒരു ബോംബ് സ്ഫോടനം ഉണ്ടായിന്. അത് CPM അറിവോട് കൂടിയിട്ട് ബോംബ് ഉണ്ടാക്കുക ചെയ്തതാണ്. അത് ആടിലെ പ്രാദേശിക നേതാക്കൾക്ക് ഇത് അറിയുന്ന കാര്യമാണ്. അതിൻ്റെ ഈ അന്വേഷണം കറക്റ്റ് പോയാൽ ആടെ ചെന്നെത്തുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ ഇവിടെ മുന്നേയും ഇടയ്ക്കിടയ്ക്ക് ചില സംഘർഷങ്ങളൊക്കെ നടന്നിട്ടുണ്ട്. BJP പ്രവർത്തകരെ ആക്രമിക്കുക, ഇവിടെ കൊടിവെക്കാൻ വിടാത്ത സാഹചര്യം, ഫ്ലക്സ് ബോർഡുകൾ കീറുക, അങ്ങനെ എന്തെങ്കിലും വിഷയങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? അത് ഫ്ലക്സ് ബോർഡ് കീറുക അതുണ്ടാവലുണ്ട്. ശരിക്കും BJPയുടെ സമാധാനപരമായിട്ടാണ് രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നത്. CPM ഇങ്ങോട്ട് ചൊറിഞ്ഞ് ഒരു ഭീകരാന്തരീക്ഷം ഉണ്ടാക്കിയിട്ട് അത് ഈ വളർച്ച തടയിടുക എന്നുള്ളതാണ് അവർ ശ്രമിക്കുന്നത്. ഈ ഒരു ഭയമുണ്ടോ ശരിക്കും ഈ തുടർച്ച ആക്രമണങ്ങൾ ഇങ്ങനെ വരുമ്പോൾ ഒരു ഭയമുണ്ടോ? ഇല്ല, ഭയമൊന്നുമില്ല. അങ്ങനത്തെ ഒരു ഭയവും ഇല്ല. ഇന്ന് പിന്മാറുമില്ല. ശക്തമായിട്ട് മുന്നോട്ട് പോകും. ഒരു ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ പോലെ തന്നെ ഇവിടെ ഒരു പ്രവർത്തകരെ പിന്നോട്ടടിക്കാനും ഈ പ്രവർത്തകരുടെ മനോവീര്യം കെടുത്താൻ വേണ്ടിയുള്ള ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഒരു അക്രമം നടത്തിയതെന്നാണ് അദ്ദേഹം പറയുന്നത്. നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാൻ വേണ്ടി സാധിക്കുന്നത് സ്റ്റീൽ ബോംബിൻ്റെ അവശിഷ്ടമാണ് ഈ കാണുന്നത്. ഇതിലും അത്ര ഭീകരമായൊരു സ്ഫോടനം തന്നെയാണ് ഇവിടെ നടന്നിരിക്കുന്നത്. പ്രായമായ പിതാവും അമ്മയൊക്കെ ഉള്ളൊരു വീടാണ്. എന്തോ ഭാഗ്യത്തിനാണ് വലിയ അപകടങ്ങളൊന്നും സംഭവിക്കാതെ പോയത് എന്ന് തന്നെയാണ് എടുത്തു പറയേണ്ടത്. സംഭവവുമായി ബന്ധപ്പെട്ട് പോലീസ് കേസെടുത്തിട്ടുണ്ട്. അന്വേഷണവുമായി അവർ മുന്നോട്ട് പോവുകയും ചെയ്യുന്നുണ്ട്. സുബിത്തിനൊപ്പം മിഥുൻ പിള്ള, ജനം, കണ്ണൂർ. തിരികെ എത്താം ഇടവേളയ്ക്ക് ശേഷം.